Mapak, your perfect packaging partner. Tali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chaco Golden Diamonds അങ്കമാലി. വേസ്റ്റ് കളക്ഷൻ സെന്റർ ഒരുക്കി അങ്കമാലി മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് വിദ്യാർത്ഥികൾ. പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തത്തോടെ ഇലക്ട്രോണിക് മാലിന്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് ഈ പരിപാടിയുടെ ലക്ഷ്യം. അങ്കമാലി മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജിലെ ഭൗതികശാസ്ത്ര വിഭാഗം മാലിന്യ ശേഖരണ അഭിയാൻ സംഘടിപ്പിച്ചു. ഇലക്ട്രോണിക് മാലിന്യങ്ങൾ കൈകാര്യം ചെയ്യൽ, റീസൈക്ലിംഗ് ചെയ്യൽ എന്നിവ പ്രോത്സാഹിപ്പിച്ച് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾക്ക് സഹായം നൽകുക എന്ന പ്രതിബദ്ധതയുടെ ഭാഗമായാണ് പരിപാടി നടത്തിയത്. മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജിന്റെ സയൻസ് ബ്ലോക്കിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. മോർണിംഗ് സ്റ്റാർ ഹോം സയൻസ് കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ഈ വേസ്റ്റ് ഡ്രൈവ് നടത്തുന്നത്. ഇത് ഫിസിക്സ് സ്റ്റുഡൻസിൻ്റെ ഒരു ഇനിഷ്യേറ്റീവാണ്. നമ്മൾ ഈ വേസ്റ്റ് നമ്മുടെ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന സാധനമാണ് ഈ വേസ്റ്റ്. അതെങ്ങനെ ഡിസ്പോസ് ചെയ്യണമെന്ന് പലർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ക്ലീൻ കേരള ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ വേസ്റ്റ് കളക്ഷൻ നടത്തുന്നത്. ഇത് നമ്മൾ ഒരു മാസമായിട്ട് നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓഗസ്റ്റ് 6, 7, 8 ദിവസങ്ങളിൽ അത് പബ്ലിക്കിനും കൂടി യൂസ് ആകാൻ വേണ്ടിയിട്ട് പബ്ലിക്കിനും അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് ഓപ്പൺ ടു പബ്ലിക്കാണ്. നമ്മൾ ഈ വേസ്റ്റുകളെല്ലാം പുറത്തേക്ക് വലിച്ചെറിയുമ്പോൾ അത് നമ്മുടെ പ്രകൃതിക്ക് ഒരുപാട് ദോഷങ്ങളുണ്ടാകും. പൊല്യൂഷനും അതുപോലെ തന്നെ മറ്റ് രോഗങ്ങൾക്ക് വരെ കാരണമാകാം. ബാറ്ററീസ് എല്ലാം പൊട്ടിത്തെറിച്ച് അതെല്ലാം പല പല ദൂഷ്യഫലങ്ങളുണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഡിസ്പോസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് മാറ്റാൻ പറ്റും. ഒരു പരിധി വരെ നമ്മൾ ഈ വേസ്റ്റുകളെല്ലാം കൃത്യമായ രീതിയിൽ കളക്ട് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഈ മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാതിരുന്നാൽ പരിസ്ഥിതി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുകയും ചെയ്യും. എന്നാൽ ഈ പരിപാടിയിലൂടെ പരിസ്ഥിതിയിൽ ഈ മാലിന്യങ്ങൾ ഉണ്ടാക്കുന്ന ഹാനികരമായ സ്വാധീനം കുറയ്ക്കാനും സാധിക്കും. ശേഖരിച്ചിരിക്കുന്ന എല്ലാ വസ്തുക്കളും സുരക്ഷിതമായ റീസൈക്ലിംഗ് നടത്തുന്നതിനായി അയക്കുകയും ചെയ്യുമെന്ന് മോർണിംഗ് സ്റ്റാർ കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റമീസ് റഹ്മാൻ എം പറഞ്ഞു. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും ഈ വേസ്റ്റ് ഇലക്ട്രോണിക് വേസ്റ്റ് എന്താണെന്നുള്ളതിനെ പറ്റി വലിയൊരു ഗ്രാഹ്യമില്ല. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് ഇങ്ങനെ ഒരു വെഞ്ചറായിട്ട് വന്നപ്പോൾ നമ്മൾ ആദ്യം ചെയ്തത് പബ്ലിക്കിന് മനസ്സിലാവുന്ന രീതിയിൽ ഒരു അവയർനെസ് വീഡിയോ ഉണ്ടാക്കായിരുന്നു. എന്തൊക്കെയാണ് ഈ വേസ്റ്റിൻ്റെ അണ്ടറിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടൊരു അവയർനെസ് കൊടുത്തെങ്കിൽ മാത്രമേ ആളുകൾ ഇതിലോട്ട് വരുള്ളൂ. ഇപ്പോൾ നമ്മൾ 6, 7, 8 എന്നുള്ളൊരു 3 ദിവസം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എങ്കിലും കൂടുതൽ ആളുകൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യണമെങ്കിൽ പബ്ലിക് ഡിമാൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാനും വേണ്ടിയാണ്. അപ്പോൾ കൊച്ചി പോലെയുള്ളൊരു ബൂമിംഗ് സിറ്റി ആയിട്ടുള്ള കേരളത്തിൻ്റെ ഒരു കൊമേഴ്സ്യൽ ക്യാപിറ്റലിൽ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ വേസ്റ്റിൻ്റെ ഡിസ്പോസലും പ്രോസസ്സിംഗ് എന്നും പറയുന്നത് വളരെ പരിതാപകരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് വല്ലപ്പോഴും എന്തെങ്കിലും ഒരു ഇവൻറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോളേജിൽ അവിടുത്തെ കുട്ടികളൊരു ഉദ്യമമായിട്ട് വരുമ്പോഴോ മാത്രമല്ല, ജനറലായിട്ട് ഗവൺമെൻറ് ഇത് സ്ഥിരമായിട്ട് ഡിസ്പോസ് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനുമുള്ള നടപടി എടുക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു അവബോധനം, ഒരു ബോധവൽക്കരണം എന്നുള്ളത് കൂടിയാണ് ഞങ്ങൾ സ്റ്റുഡൻസും ഫാക്കൽറ്റീസും കോളേജിൽ ഉദ്ദേശിക്കുന്നത്. കൂടാതെ വിലക്കപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുകയും പുനരുപയോഗം ചെയ്യുകയും ഹാനികരമായ വസ്തുക്കൾ ഉത്തരവാദിത്തത്തോടെയുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുമെന്നും ഡോക്ടർ റിൻഡു മേരി അറിയിച്ചു. കുട്ടികൾ കൊണ്ടുവന്ന ഒരു ആശയമാണ് നമുക്ക് ഈ വേസ്റ്റ് കളക്ട് ചെയ്യാമെന്നുള്ളത്. അപ്പം നമ്മളത് ഒരു മാസമായിട്ട് കുട്ടികളിൽ നിന്ന് നമ്മുടെ കോളേജിലെ സ്റ്റാഫിനെ കുട്ടികളിൽ നിന്ന് അത് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇനി ഒരു 6, 7, 8 ഈ നാളെയും കൂടി ഉണ്ട്. നമ്മളത് പബ്ലിക്കിന് ഓപ്പൺ ആക്കി കൊടുത്തിട്ടുണ്ട്. പബ്ലിക്കിന് ഇവിടെ നമുക്ക് ഈ വേസ്റ്റ് നമ്മുടെ വീടുകളിലുള്ളത് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഇത് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോളേജിൻ്റെ ക്യാമ്പസിൽ വന്നാൽ നമുക്കതുപോലെ ഡിസ്പോസ് ചെയ്യാവുന്നതാണ് ഈ ഡേറ്റുകളിൽ. പ്ലസ് ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡ്.